ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനെ ഏട്ടത്തിയമ്മ അവള് നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല. പിന്നെ അതൊക്കെ ഉണ്ട്. അടിച്ചിട്ടാ കോടതിയിൽ ഹാജരാക്കിയത്. എടോ, ശരിക്കും ഉണ്ടായി അങ്ങനെയൊക്കെ? എന്റെ വിഷ്ണു, ശാലിനിയുടെ അടി കൊണ്ട് വരണ്ടു പോയ ചാച്ചപ്പനും ഗുണ്ടകളും ഇനി ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, എവിടെ വേണമെങ്കിലും വന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോളാന്ന് താണ് വീണ് കേണ് പറയുമായിരുന്നു. ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യമെന്ന് കവി പാടിയിരിക്കുന്നത് വെറുതെയൊന്നുമല്ല. വിഷ്ണു കാണിച്ചിട്ടുള്ള പവറൊക്കെ ഈ ശാലിനിയിലേക്ക് ആവാഹിച്ച് കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഉണർവ് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ഇതെന്താ? മുഖത്തുണ്ടല്ലോ. അല്ല, ഒന്ന് രണ്ടെണ്ണം തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതൊക്കെ സ്വാഭാവികം. ഭർത്താവിന് വേണ്ടി അതെല്ലാം സഹിക്കുന്ന ഉത്തമയായ ഒരു ഭാര്യയാണ് ശാലിനി. അത് ശാലിനി തെളിയിച്ചും കഴിഞ്ഞു. ജാനിസിറാണിക്ക് കിട്ടിയ നല്ല കടുപ്പത്തിൽ തന്നെയാണല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, കളക്ടർ പണി പോയല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടി കുണ്ടാപ്പണി എടുത്തിട്ടാണെങ്കിൽ ജീവിക്കും. അതാണല്ലേ മോഹം. അങ്ങനെയെങ്കിൽ നിങ്ങളിലൂടെ ഞാനും ജീവിക്കും. ഇതിപ്പോ ഒരു ഗുണ്ടയുടെ കേസ് കൊണ്ട് തന്നെ എനിക്ക് ഈ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോ കളക്ടർ കൂടി ഗുണ്ടയാവുകയാണെങ്കിൽ എന്റെ രാജയോഗമെന്നല്ലാതെ മറ്റെന്ത് പറയാനാ? ഈ കോടതിയിലേക്ക് തന്നെ ഞാൻ താമസം മാറ്റേണ്ടി വരും. അച്ഛനെ എന്നാ പിന്നെ പോയേക്കാം. പോയേക്കാം. താൻ പ്രീതിയോടും പാറിനോടൊക്കെ അന്വേഷണം പറ. നീ തന്നെ ഇപ്രാവശ്യം രക്ഷകനായിട്ട് മാറിയെന്നും പറഞ്ഞോ? അവൾ അറിയട്ടെ അവളുടെ ഭർത്താവ് അവളുടെ ഏട്ടനെ രക്ഷിച്ച മിടുക്കനായിട്ടുള്ള വക്കീലാന്നൊക്കെ. അതെ, അതിനുള്ള അവസരം ഉണ്ടാക്കി തരുന്ന ആരാ? അവളുടെ ആങ്ങളെ. എന്നാ പിന്നെ ഞാൻ വിടുവാ. ഇനി അടുത്ത കേസിൽ നമുക്ക് കാണാം. എന്നാ ശരി ശാലിനി. ശരി. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, ഓഫീസിലേക്ക് പോണം. ഏട്ടത്തിയമ്മയ്ക്ക് ജോലിക്ക് പോണോ? പിന്നെ പോണ്ടേ? അല്ല, ഈ കേസ് ജയിച്ചതിന്റെ ആഘോഷമൊന്നുമില്ല അപ്പോ? ഭർത്താവ് ആഴ്ചയിൽ ഓരോ കേസ് ഒപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ കളക്ടർക്ക് അങ്ങനെ ലീവ് ഒന്നും കിട്ടില്ല. ഇങ്ങനെ പോയ കേസ് നടത്താനുള്ള കാശിന് വേണ്ടി മാത്രം ഞാൻ ജോലിക്ക് പോകേണ്ടി വരും. എന്നാലേ വൈകിട്ട് കാണാം കേട്ടോ. വേനിച്ചോ? സാരമില്ല വിഷ്ണുട്ടാ. ആശാനെ, ആശാനെ, ഇതവിടെ ആലോചിച്ച് നിൽക്കുക. അപ്പൊ എല്ലാരും പോയ സ്ഥിതിക്ക് നമ്മളെന്തിനു പിന്നെ ഇവിടെ നിൽക്കുന്നത്? നമുക്കും പോവാം. ഇല്ല, എന്നാലും അവള് ഏട്ടത്തിയമ്മ, അച്ഛനെ ഏട്ടത്തിയമ്മ അവള് നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല. പിന്നെ
അതൊക്കെ ഉണ്ട്. ഏയ്, ആ പറയുന്നത് തെറ്റാണ്. സൗഹൃദം വേറെ, എന്റെ ജോലി വേറെ. രണ്ടും കൂടി കൂട്ടിക്കലർത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. എന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ അവരെല്ലാം എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ്. അവരെ ഒരിക്കലും എന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ശരി. എന്താടോ വന്നിട്ടൊന്നും പറയാതിരിക്കുന്നത്? ഇപ്പൊ ഫോണിൽ കൂടി പറഞ്ഞതെല്ലാം ഞാനും കൂടി കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് പറയാനുള്ളത് ഞാനും പറയും. എന്താ തന്റെ ഇപ്പോഴത്തെ പ്രശ്നം? പറ. സാറേ, അല്ല സാറേ തന്നെ വിളിക്കാം. ഓഫീസിൽ വന്ന് ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തു എന്ന് പറയില്ലല്ലോ. ഈ കേസ് എങ്ങോട്ടാണ് സാർ പോകുന്നത്? വേലായുധനെ കുത്തിയത് ചാച്ചപ്പനാണെന്ന് ചാച്ചപ്പൻ കോടതിയിൽ സമ്മതിച്ചു. പിന്നെ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ഈ ചാച്ചപ്പൻ വേലായുധനെ കുത്താൻ എന്താ കാരണം? അത് അവര് തമ്മിലുള്ള പ്രശ്നം. അതും നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ബന്ധം എന്താണെന്നോ? വേലായുധൻ കുത്തുകൊണ്ട് കിടന്നപ്പോ വേലായുധൻ ആദ്യം പറഞ്ഞൊരു മൊഴിയുണ്ട്. കുത്തിയത് വിഷ്ണു ആണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ് വിഷ്ണു അത് ചെയ്തതെന്നുള്ള മൊഴി. ആ മൊഴി തെറ്റായിരുന്നെന്ന് വേലായുധൻ പിന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ വിഷ്ണുവിനെ വെറുതെ വിട്ടത്. ശരി, സമ്മതിച്ചു. ആദ്യം വേലായുധൻ കൊടുത്ത മൊഴിയിലെ ഒരു കൊലപാതകത്തിന്റെ കാര്യം വേലായുധൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കൊലപാതകം ഒളിപ്പിക്കാൻ വേണ്ടിയാണ് തനിക്ക് 10 ലക്ഷം രൂപ ഗോപാലകൃഷ്ണൻ തരാന്ന് പറഞ്ഞെന്ന് പറയുകയും ചെയ്തു. ആ കൊലപാതകം ആരുടെയാ? നിങ്ങൾ എന്താ അതന്വേഷിക്കാത്തത്? എന്റെ മകനെ കൊന്നവർ നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സാർ അത് സഹിച്ചുകൊണ്ടിരിക്കുക? ഇത്രയും നാൾ ഞാൻ നിയമത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്, നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. പക്ഷേ എനിക്ക് നീതി കിട്ടിയില്ല. ഇനി ഞാൻ നിയമപരമല്ലാത്ത രീതിയിൽ ഒന്ന് സഞ്ചരിക്കാൻ പോവുക. ഒടുവിൽ എനിക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ നിയമം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. അതൊന്ന് പറഞ്ഞിട്ട് പോവാനാ ഞാൻ ഇവിടം വരെ വന്നത്. നിക്കടോ, പറയട്ടെ. വ്യക്തമായ തെളിവോടുകൂടിയാണ് വേലായുധൻ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഗോപാലകൃഷ്ണനെ നമുക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ വേലായുധൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബോഡിയോ അതിന്റെ അവശിഷ്ടങ്ങളോ കണ്ടുകിട്ടിയിട്ടില്ലല്ലോ. കോടതിക്ക് വേണ്ടത് തെളിവാണ്. തെളിവുകളില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ തെളിവ് നോക്കിയിരുന്നോ? ഞാൻ എന്റേതായ രീതിയിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോവുക. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും കാണിച്ചു തരാം. അബൂബക്കറെ, താൻ ഇയാൾ ഇതെന്ത് ഭാവിച്ച?